പ്രതി കാണാമറയത്ത് തന്നെയാണ്. പോലീസിന് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ഇക്ബാൽ? അരുൺ, ഈ വിഷയത്തിൽ പോലീസിന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായി ഒരു മനുഷ്യന് നിസ്സാര കാര്യങ്ങളുടെ പുറത്ത് എത്രത്തോളം ക്രൂരനാവാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ചന്താമര. ഞാനിപ്പോൾ നിൽക്കുന്നത് ചന്താമരയുടെയും അതുപോലെ തന്നെ സുധാകരൻ്റെയും എല്ലാം വീടിൻ്റെ പരിസരത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്നതാണ് ഈ മുള്ളുവേലിയുള്ള ഈ പോലീസ് കാവൽ നിൽക്കുന്ന ഈ വീടാണ് ചന്താമരയുടെ വീട്. അതിന് തൊട്ടപ്പുറത്തായി കാണുന്ന ആ ഓടിട്ട വീടാണ് സുധാകരൻ്റേത്. അതായത് അയൽവാസികളെല്ലാം വളരെ സ്നേഹത്തോടെ കൂടെയൊക്കെയാണ് എല്ലാവരുടെയും കഴിയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ പുറത്താണ് ചന്താമര ഒരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇയാളുടെ കുടുംബം ഇയാളുമായി വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. അതിന് കാരണക്കാരായത് ഈ കൊല്ലപ്പെട്ടുള്ള സുധാകരൻ്റെ ഭാര്യ സജിതയും അതുപോലെ തന്നെ മറ്റ് രണ്ട് പ്രദേശവാസികളായ വനിതയുമാണെന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്താണ് 2019 സജിതയെ വീട്ടിനകത്തേക്ക് കയറി ചന്താമര കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. അതോടുകൂടി ചന്താമരയുടെ പക മുഴുവൻ കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു വിചാരത്തിലേക്ക് നാട്ടുകാർ ഉൾപ്പെടെ കടന്നിരുന്നു. പക്ഷേ അതല്ല ഉണ്ടാവുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയ ചന്താമര വീണ്ടും ഇവരോടെല്ലാം വളരെ പകയോടുകൂടിയാണ് പെരുമാറ്റം ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു, ഭയപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഭയപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിച്ചതാണ് സുധാകരൻ്റെ കുടുംബവും നാട്ടുകാരും എല്ലാം. പക്ഷേ പോലീസ് കൃത്യമായി പ്രവർത്തിച്ചില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, അതായത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനുസി കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഈ മേഖലയിൽ വെച്ചാണ് ഇപ്പോൾ ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടി ചന്താമര സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. മാരകമായി സുധാകരനെ വലിയ രീതിയിൽ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ ശബ്ദം കേട്ടാണ് സുധാകരൻ അമ്മ ലക്ഷ്മി അമ്മ ഉൾപ്പെടെ ഓടിയെത്തുന്നത്. പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, അത് നിർണായകമാണ്. പക്ഷേ പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. സഹോദരൻ തമിഴ്നാട്ടിലുണ്ടെന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഈ പ്രതി മൊബൈൽ ഫോണോ മറ്റോ ഉപയോഗിച്ചിരുന്നോ ഇക്ബാൽ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? അരുൺ, ചന്താമരയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇവിടെ ഈ കൃത്യത്തിന് ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഈ മൊബൈൽ ഫോൺ ഈ പാടത്ത് തന്നെ ഉപേക്ഷിച്ചാണ് ചന്താമര രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇയാൾ നേരത്തെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം സഹോദരൻ്റെ ബന്ധുക്കളുടെ വീടായിട്ടുള്ള തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. മാത്രമല്ല കോഴിക്കോട്ടെ ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു. അവിടെയെല്ലാം കേന്ദ്രീകരിച്ചപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് 2019 സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം ചന്താമര ഒളിച്ചിരുന്നത് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരമായിട്ടുള്ള നെല്ലിമര കുന്ന് എന്ന് എല്ലാം പറയുന്ന ആ ഒരു കുന്നിൻ്റെ ഭാഗത്തും അവിടെയുള്ള ചില മടകളിലുമായിരുന്നു. അതിനുശേഷം ഇയാൾ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് അന്ന് 2019 ഇയാളെ പോലീസ് പിടികൂടിയത്. ഏതായാലും പോലീസ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ചന്താമര ഒരു ഭക്ഷണപ്രിയനാണ്. അയാൾക്ക് ഭക്ഷണമില്ലാതെ തുടരാൻ കഴിയില്ല. വലിയ ഭക്ഷണപ്രിയരായിട്ടുള്ള ചന്താമര എന്തായാലും എത്ര യാത്രയായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ചന്താമരയെ പിടികൂടാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് ചന്താമരയുടെ വീടാണ്. ഈ വീടിനകത്ത് വെച്ചാണ് സുധാകരനെയും ലക്ഷ്മി അമ്മയും എല്ലാം കൊലപ്പെടുത്താൻ വേണ്ടി ചന്താമര ഉപയോഗിച്ച കൊടുവാൾ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള ഈ വീടിനകത്തു നിന്ന് ഒരു വിഷക്കുപ്പി ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. വീണ്ടും ഇപ്പോൾ രണ്ടുപേരെയും കൂടി കൊല്ലും എന്നൊരു ഭീഷണി ചന്താമര മുഴക്കിയിട്ടുണ്ട്. അതായത് ഒരു ബന്ധുവിനെയും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരു പ്രദേശവാസിയായ യുവതിയുമാണ് കൊല്ലുമെന്ന് ചന്താമര ഭീഷണി മുഴക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ മുഴുവൻ ചന്താമരയെ പിടികൂടുന്നവരെ ഉറക്കമില്ലാതെ ഇരിക്കുന്നു എന്ന് വേണം പറയാൻ. തൊട്ടപ്പുറത്ത് അതായത് ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഈ ഒരു പ്രതി. പോലീസ് ജാമ്യം റദ്ദാക്കാൻ അന്ന് കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ ഈ ചന്താമരയെ ഇതിനകം തന്നെ ജയിലിൽ അടയ്ക്കാമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്.